ഇതുപോലെ ഒരു അടിപൊളി സ്ഥലം എൻ്റെ പൊന്നാര ചെങ്ങമരം മുത്തുമണികളെ നിങ്ങളോട് പറയാം. ഞാൻ കണ്ടില്ല. ഞങ്ങൾ ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പണിസൈറ്റിക്ക് പണിക്ക് പോയിട്ടില്ല. കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല കൂളിങ് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ആ ബൈക്കായിട്ട് പോയിട്ടാണ് തോട് എത്രത്തോളം ദൂരം പോകണമെന്ന് അറിയില്ല. അപ്പൊ തോട്ടിക്ക് പോയിട്ടില്ല. പുഴയെന്ന് പറഞ്ഞു, പക്ഷെ ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ തോടാണ്. പിന്നെ അവിടെ പോയില്ല. ഇവിടെ കണ്ടെങ്കിൽ 4 വാറം ഇവിടെ. ഇത് ഒരു കുഴിയാണ്. ഇവിടെ മുമ്പ് കല്ല് വെട്ടിയിട്ടുണ്ട്. നല്ല കല്ല് വെട്ട്, ഫുള്ള് പാറ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കല്ല് വെട്ടി കഴിഞ്ഞാൽ ഉഷാറായിട്ടുള്ള കല്ല് വെട്ടും, നല്ല അരിപ്പാറ. പിന്നെ ഫുള്ള് റബ്ബറും തോട്ടാണ്. അത് അവിടെയാണ് നമ്മളെ പണിയുള്ളത്. നമ്മൾ കുറച്ച് നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. ഇവിടേക്ക് ഫുള്ള് റബ്ബറും തോട്ടം. ഇവിടെ ഒരു നടവഴി ഇങ്ങനെ കാണുന്നുണ്ട്. അത് എവിടേക്ക് പോകണമെന്ന് അറിയില്ല. നമുക്കൊരു കുറച്ച് ദൂരം പോയി നോക്കാം. ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണെന്ന് അറിയില്ല. നല്ല അടിപൊളി സ്ഥലങ്ങളാ. ഇത് ഫുള്ള് റബ്ബർ തോട്ടാണ്. ഇതും റബ്ബർ തോട്ടാണ്. ഇനിയിപ്പോ ഈ വഴി കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ വഴി കൂടെ പോണത്. കുറച്ച് കയറ്റുള്ള ഭാഗങ്ങളാണ്. ഇവിടൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് മുറിക്കാത്ത കുറെ മരങ്ങള്, രാവുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും കുറച്ച് ദൂരം വഴി വരെ പോയി നോക്കാം. ഇതിങ്ങനെ പോയിട്ട് വേറൊരു റോഡ് വഴി പോയി ചാടാണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്. അവിടുന്ന് അപ്പൊ നമ്മൾ പോകുന്നത് ഒരു കയറ്റാണ്. അവിടുന്ന് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടാണിത്. ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് ചാടുകയാണ്. മക്കളെ, ഇതാണ് പണ്ടത്തെ കാലത്തെ ഊടുവഴി എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് കയ്യാലപ്പടവ്. അപ്പൊ നമ്മൾ ഊടുവഴി ഇങ്ങനെ പോവാട്ടോ. ഒരു ഭാഗത്ത് കൈ പോലെ ഇത് നല്ല ഹൈറ്റ് ഉണ്ടോ. ഒരാൾക്ക് ഹൈറ്റുള്ള കയ്യാലപ്പടവാണ്. ഇവിടെ മുഴുവനുണ്ട് കേട്ടോ. ഇവിടൊക്കെ അവിടെ കഴിഞ്ഞു, കയ്യാല അവിടെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ സ്ലോപ്പ് അടിച്ചിട്ട് ഉയരം കമ്മിയായി പോവാം. നമുക്ക് ഈ വഴി കുറച്ച് ദൂരം കൂടെ പോയി നോക്കാം എവിടേക്ക് പോകണമെന്ന്. പൊന്നാര ചെങ്ങന്മാരെ, പണ്ടോരൊമ്മി പെരുഞ്ചോതി വറക്. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഒന്നും വറകെന്ന് വെച്ചാലും ഒരു റബ്ബറിന്റെ കൊള്ളി അങ്ങനെ പുഴങ്ങി വീണിക്ക. അയ്യോ, ഇവിടെ ഒന്നും ഇതിൽ കൂടുന്ന ആളുകൾ പെരുമാറ്റില്ലാത്തൊരു വഴി അതുകൊണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ മുതലാളിമാരിൽ എടുത്തുകൊണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മുറിച്ചുകൊണ്ട് കത്തിക്കൊണ്ടോ കൊണ്ടൊക്കെ. പെരുഞ്ചാതി റബ്ബർ. എന്റെ പൊന്നാര മുത്തുമണികളെ, മാണിക്കക്കല്ലുടെ പുകിലയുടെ കണ്ടുള്ള വലിയൊരു റബ്ബർ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ആരും ഒരു വറക് പോലും പെറുക്കാൻ വന്നിട്ടില്ല. നമ്മൾ വീണ്ടും ആ ഒരു വഴികളിലൂടെ കണ്ടോക്കെ 2 കൊള്ളി കിടക്കണോ, കൂതലയിക്കണു. വറകിനെ ആർക്കും യാതൊരു ആവശ്യമില്ലാത്ത ഒരു സ്ഥലമാണ് കൊണ്ടത്. ഈ ഭാഗത്ത് പടമൊന്നുമില്ല. ഇവിടെ എന്താ റബ്ബറിന്റെ വേരുകൾ കാണുന്നത്. ഇവിടെ കട്ടിങ് ആണ്. ഈ വീട് വരെ എങ്ങനെ പോവാണ്. കുറച്ച് ദൂരം കൊണ്ട് പോയി നോക്കാട്ടോ. ഇവിടെ പടവുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞങ്ങാണ്ട് ചാടിക്കണം. അവിടെ ഒരു റബ്ബർ അവറുകൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതും ഉണങ്ങിക്കണു, അതിനും ആൾക്കാരില്ല. ഇവിടെ ഇതാ ഒറിജിനൽ പക്ക കയ്യല. ഒറിജിനൽ എന്ന് പറഞ്ഞാല് നമ്മൾ പഴയ കാലത്ത് ഇങ്ങനത്തെ പടവേ ധാരാളമായിട്ട് ഇങ്ങനെ ഇതുപോലെ റബ്ബർ തോട്ടത്തിലും ഇതുപോലെ കവുങ്ങ് തോട്ടത്തിൽ എന്ത് തോട്ടാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു മറ്റേ കയ്യാലപ്പടവായിരിക്കും ഉണ്ടാവുക. ഇതൊന്നും ഇന്നത്തെ കാലത്ത് എടുക്കൂല. ഇത് ഇത്രയാണോ കയ്യാലപ്പടം പറഞ്ഞാൽ ചെരിച്ചന് കെട്ടിയിട്ട് അടിപൊളി പടവ്. എന്റെ പൊന്നാര മുത്തുമണിയിലെ മാണിക്കല്ലുള്ള ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിക്കണോ? ഇതാണ് കയ്യാല മക്കളെ കേട്ടോ. ഇതാണ് നമ്മളെ കയ്യാലപ്പണി. ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകൊണ്ട് ഇങ്ങനെ പടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ടാവും കയ്യാലപ്പണി. കണ്ടോ, സൂപ്പർ. നല്ല ചെരുവ് കൊടുത്തിട്ടുണ്ടാവും. ഏകദേശം 1 അടി 1.25 ചെരുവുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പടുത്ത് കഴിയുമ്പോഴേ
ഇതിൽ കൂടെ ഇങ്ങനെ ഇതുപോലത്തെ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വേരൊക്കെ ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഈ പടവ് പോകില്ല. ഇതൊരു സൈഡ് കയ്യില എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പടത്തുണ്ടാവും, പിന്നെ ആ സൈഡ് ആ മണ്ണ് കയറി ഉണ്ടാവും. ഫുള്ള് മണ്ണ് കയറിക്കാണ്, ഒരു സൈഡ് മാത്രമേ പടത്തിലുള്ളൂ. നമ്മൾ വന്ന വീട് വയ്ക്കാൻ തിരിച്ചു പോട്ടോ. ഇത് നല്ല ഇറക്കാട്ടോ, കയറി വരുമ്പോൾ നല്ല ചടപ്പുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ പോകുമ്പോൾ ഈ ചപ്പിലൊക്കെ സ്ലിപ്പായി പോ നോക്കണം. ചപ്പിൽ സ്ലിപ്പായ ആകെ പണിയാവും. ഒരു സ്റ്റെപ്പ് മാറിക്കെട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അടിപൊളി സൈറ്റ് ആട്ടോ, അടിപൊളി സൈറ്റാണ്. ഇവിടെ നല്ല വെട്ടുപാറ കേട്ടോ, അടിപൊളി വെട്ടുപാറയാണ്. ഈ റബ്ബറൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട് കല്ല്. ഇവിടെ കണ്ടത് പണ്ടത്തെ. അപ്പൊ മക്കളെ ഇവിടെ കണ്ട നമ്മളെ പണിസൈറ്റ് ഞാൻ കാണിച്ചു തരാം. പണിസൈറ്റിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ആ വഴിക്ക് പോയത് കേട്ടോ. ഇവിടെയാണ് പണി. ഇതാണ് നമ്മളെ പണിസൈറ്റ്, ഇതാണ് തറ. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ പോരാട്ടം. ചെറിയ വീടാണ്, ഒരു 636 സ്ക്വയർ ഫീറ്റ്. നമ്മൾ പാത ഏകദേശം ലെവലാക്കാറായിക്കണം. ഇനി എൻ്റെ മുകളിൽ നമ്മളൊന്ന് ചെയ്തിട്ട് ബേസ്മെൻറ്റ് നൂലിടണം, ബേസ്മെൻറ്റ് കെട്ടണം. ഈ കല്ലൊക്കെ നമ്മൾ മാറ്റിയിട്ടല്ലോ കേട്ടോ, നമ്മൾ ഫ്രണ്ട് കെട്ടാൻ, അതുപോലെ സൈഡ് ബാക്ക് ഭാഗം എല്ലാ ഭാഗം കെട്ടാൻ. ഇങ്ങനെ കല്ലുകൾ നല്ല കല്ലുകൾ വരുമ്പോൾ മാറ്റിയിടും. അപ്പോൾ അടുത്ത് വീട്ടിൽ കാണാം. ഗുഡ് ബൈ.